ഹലോ, എല്ലാവർക്കും ശ്രീരാഗം ഫാമിലിയിലേക്ക് സ്വാഗതം. ശ്രീരാഗം ഫാമിലി പറഞ്ഞ എല്ലാം പെടുമല്ലോ. അപ്പം ഞങ്ങളിന്ന് കുറച്ച് സാരികൾ മാത്രം, സാരിൻ്റെ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ പട്ട് സാരിയൊന്നുമില്ല, കോട്ടൺ സാരി, സിൽക്കി സാരി മാത്രമേ ഉള്ളൂ. ഇതൊന്നുമല്ല, സാരി ഇതിൽ കൂടുതലുണ്ട്. പക്ഷെ ഞാൻ ഒരു 3 വർഷമായിട്ട് സാരിയൊന്നും അങ്ങനെ ഉടുക്കുന്നില്ല, ചുരിദാറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ സാരികളൊക്കെ എൻ്റെ കുറച്ച് സ്വന്തക്കാർക്കൊക്കെ ഞാനത് കൊടുത്തുപോയി. അപ്പോൾ കുറച്ച് സാരികൾ നമുക്ക് കാണാം. പട്ട് സാരിയായിട്ട് വേറൊരു ദിവസം പിന്നീട് ഒരു ദിവസം ഇടുന്നതായിരിക്കും. ഈ സാരി ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എനിക്കൊരു വെഡ്ഡിങ് ഡേക്ക് എടുത്തു തന്ന സാരിയാണ്. അപ്പോൾ അതൊരു ട്രെൻഡി ആയിരുന്നു. എനിക്ക് ഈ മോഡൽ വേണം പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് ഈ സാരി. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ സാരി. ഇപ്പോൾ ഒരു ട്രെൻഡിയൊന്നും അല്ല, എന്നാൽ കൂടി എനിക്ക് വലിയ ഇഷ്ടമാണത് ഇപ്പോഴും കൊടുക്കാൻ. ഡിസൈനൊക്കെ നല്ല മോഡലാണത്. ഇന്നിപ്പോൾ ഈ സാരിയൊന്നും കൂടുതലും ആരും അങ്ങനെ യൂസ് ചെയ്യണമൊന്നുമില്ല. ഒരു സിൽക്കി ഫാൻസി സാരിയാണ് ഇത്. എൻ്റെ ഒരു ബന്ധു, എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റിന് എടുത്ത സാരിയാണ്. എനിക്കിത് വലിയ ഇഷ്ടമാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമായിട്ട് എടുത്തു തന്ന സാരിയാണ്. ഈ സാരി യൂസ് ചെയ്യുമ്പോൾ ആഭരണങ്ങൾ കൂടുതൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 ഒരു മാല ഇട്ടാൽ കൂടി മതി. നല്ലൊരു ഫാഷനാണ്. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസൊന്നും ഞാനിപ്പോൾ യൂസ് ചെയ്യണില്ല, അതൊരു പുള്ളിയിൽപ്പെട്ട ബ്ലൗസാണ്. പക്ഷെ സാരി നല്ല രസം കൊടുക്കാം. എനിക്കിപ്പോഴും കൊടുക്കാൻ വലിയ ഇഷ്ടമാണ് ഈ സാരി. ഇതൊരു പട്ട് മോഡൽ സാരിയാണ്, സിൽക്കാണ്. ഒരു കോട്ടണിൽ പട്ട പോലെ ഉണ്ടാവും, ഉടുത്ത സ്റ്റിഫായി നിൽക്കും. ഇത് എനിക്ക് വലിയ മോള് എനിക്ക് തന്നാണ്. എനിക്കിത് വലിയ ഇഷ്ടമാണ് ഈ കളർ. ഇത് ഞാൻ എൻ്റെ ഒരു അമ്മാവൻ്റെ മോൻ്റെ കല്യാണത്തിനാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഒരിക്കൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇനി അത് കാരണം ഒരു ബ്ലൗസ് ശരിയല്ല, അത് കണ്ട് കൊടുക്കാറില്ല. പിന്നെ ഞാൻ ഇപ്പോൾ കൂടുതലും സാരി യൂസ് ചെയ്യണില്ല. ഈ കൊറോണ സമയത്ത് പിന്നെ സാരി കൊടുത്തിട്ട് എവിടെ പോകാനാണ്. അതുകൊണ്ടാണ് ഞാൻ സാരികളൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഇത് ഒരു അമ്പലത്തിൽ പോകാനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാരിയാണ്. ഒരു കോട്ടനും അല്ല, ഒരു സിൽക്കിയും അല്ല. അത് എൻ്റെ അനിയത്തി എനിക്ക് തന്നാണ്. അനിയത്തി പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അങ്ങനെ കുറേ സാരികൾ ഇങ്ങനെ സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ സാരികൾ എടുത്തിട്ടുണ്ട്, സ്റ്റിഫായിട്ട് കൊടുക്കാവർക്ക്. അതിൽ പെട്ടൊരു സാരികൾ ഇത് അവൾ എനിക്ക് തന്നത്. എനിക്കത് വലിയ ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിനും വലിയ ഇഷ്ടമാണത്. ഈ സാരിയുടെ വർക്കൊക്കെ നല്ല രസമാണ് കാണാൻ. ഈ മുന്താണീൻ്റെ അവിടെയും വരും, ഈ കുത്തണ അവിടെയും ഇത് വരും. ഒരു പ്രത്യേക വർക്കുള്ള സാരിയാണ് ഇത്. ഈ സാരി എനിക്ക് ആർക്കും കൊടുക്കാൻ വലിയ ഇത് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ആർക്കും കൊടുത്തില്ല. നല്ല പഴക്കം ചെന്ന സാരിയാണ്. ഒരു 10-15 വർഷമൊക്കെ ആവും. 15 അല്ല, 10-18 വർഷവും ഈ സാരി എടുത്തിട്ട്. ഈ സാരി എനിക്ക് മോളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. മോൾക്ക് അവളുടെ ഫ്രണ്ട്സ് കൊടുത്തതാണ്. അവൾ ഒരിക്കൽ മാത്രം കൊടുത്തു. അതിന് ശേഷം അത് അമ്മ എടുത്തോ പറഞ്ഞത് എനിക്ക് തന്നത്. നല്ല രസമുള്ള വർക്കാണ്. ഇതിന് ഈ കളർ ബ്ലൗസാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഉടുക്കുമ്പോൾ നന്നായിട്ടുണ്ട്. നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് തുണിയാണ്. കാണുമ്പോൾ നല്ല അങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവും, പക്ഷെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരി. നിറയെ വർക്കുണ്ട് ഇതിൽ. മുഴുവനായിട്ടും ഇല്ല, എന്നാലും കുറച്ച് വർക്കുള്ളൊരു സാരിയാണ്. എനിക്ക് ഇതും ഇഷ്ടമാണ്, അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും കൊടുത്തില്ല. ഇത് എൻ്റെ മൂത്ത മോളുടെ അമ്മായിയമ്മ ആദ്യത്തെ കൊല്ലം ഓണത്തിന് തന്നതാണ്. കല്യാണം കഴിഞ്ഞു പോകുന്നു. കഴിഞ്ഞതിന് ശേഷം അവർ എനിക്കും ഹസ്ബൻഡിന് ഒരു മുണ്ട് ഷർട്ടും എനിക്കൊരു സാരി തന്നതാണ്. ഇതും എനിക്കിഷ്ടപ്പെട്ടതാണ്. അവർ ചില മെമ്മറി സാരികളൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഇത് എടുത്തിട്ട് ഒരു 3 മാസം ആവണേ ഉള്ളൂ. എൻ്റെ ചെറിയ മോളുടെ ആൺവീട് കാഴ്ചയ്ക്ക് പോകുമ്പോൾ ഞാൻ ഈ സാരിയിൽ കൊടുത്തിട്ട് പോയത്, കോഴിക്കോട് വടകര. ഇതും എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ബ്ലൗസ് മാത്രം തയ്ച്ചില്ല, എല്ലാ ബ്ലൗസും മാച്ച് ആവും. സാരിക്ക് ഏതാണ് കുറേ കളർ ഉണ്ട്. ഇതിൻ്റെ ബ്ലൗസ് ഇതാ ഇങ്ങനെയാണ് മോഡല്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ഈ സാരി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരിക്കൽ തന്നെ ഉടുത്തിട്ടുള്ളൂ, പക്ഷെ നല്ല രസമുള്ള കളറാണ്. ഈ കളർ നന്നായിട്ടുണ്ട് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. ഇതൊരു കോട്ടൺ സാരി പോലെയാണ്, പക്ഷെ ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. പക്ഷെ കളർ ഇതായിരുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച കളർ വേറെയായിരുന്നു. ഒരു നല്ല ഷൈനിങ് ഒക്കെ ആയത്. ഒരു വ്യത്യാസമാണ് എന്ന് വെച്ചാൽ എടിയിൽ വേറെ കളറ്, മുന്താണിയിൽ വേറെ ഒരു ഡിസൈൻ. അങ്ങനെയാണ് ഈ സാരി. ഇതാ മുന്താണി ഇങ്ങനെ വരും.
ഇതിൽ 2 ഡിസൈനായിട്ടാണ് വരുന്നത്. ദാവണി ഉടുത്ത പോലെ വരും, ഇടയിൽ വേറൊരു ഡിസൈൻ. പക്ഷെ ഞങ്ങൾ സാരി കണ്ടപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടമായി. അങ്ങനെ മോളെ എനിക്ക് എടുത്തു. ഒരു വയലറ്റ് കളറാണ് ഈ സാരി. പക്ഷെ ഉടുക്കാൻ നല്ല രസമാണ്. ഉടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒതുങ്ങി കിടക്കും. കഞ്ഞിയൊക്കെ മുക്കിയിട്ട് ഉടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി കിടക്കും. ഇതിൻ്റെ സാരി കളറൊക്കെ പോയി, തുണി കഴുക അതിൻ്റെ കളറേ പോയി. ഇത് സാരിൻ്റെ കളറേ ഇതല്ല. കൊണ്ടുവരുമ്പോ അടിപൊളി കളറായിരുന്നു. ഇത് ഉടുത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്ന മുന്താണി. ഇത് നീളം കൂടുതലുള്ള സാരിയാണ്. ഇത് മോൾക്ക് മരുമകൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സാരിയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതിന് നല്ല വിലയാണെന്നാണ് പറഞ്ഞത്. അവിടുത്തെ എത്ര രൂപയോ മോൾ പറയുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും കളഞ്ഞിട്ടേ ഇല്ല. ഇതാർക്കും കൊടുക്കൂല. എനിക്ക് ഉടുക്കാൻ ഇഷ്ടമുള്ളത്, അതുകൊണ്ട് ഇത് ആർക്കും ഞാൻ കൊടുത്തില്ല. നല്ല നീളം മുന്താണി ഇതെങ്ങനെയാണ്. പക്ഷെ നല്ല വയലറ്റ് കളറായിരുന്നു. ഇത് തുണി കഴുക ഡിമ്മായി പോയി. ഇത് മോള് എനിക്ക് 28 29 ഓർമ്മയില്ല. മോളെടുത്ത് തന്നാണ് വെഡിങ് ഡേക്ക്. വലിയ മോളെടുത്ത് തന്നാണ്. ഇതൊരു പ്രത്യേക ഡിസൈനാണ്. ഇതൊക്കെ ഈ സാരിയെ കൊടുത്തിട്ട് ഞങ്ങൾ ഊട്ടി പോകുമ്പോഴൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഊട്ടി പോകുമ്പോൾ പോളിസ്റ്ററൊക്കെയാണ് കൊടുക്കേണ്ടത് തണുപ്പിന്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ പോയി. ഇതങ്ങനെ ഒരു ഡിസൈൻ. ഇതിന് 8 ബ്ലൗസാണ്. ഇതൊരു അങ്ങനെ ഒരു നല്ലൊരു സാരിയാണ്. കോട്ടൺ സാരികളേ ഉള്ളൂ മിക്കതും. എനിക്ക് കോട്ടനെ കൊണ്ട് ഒരുപാട് താല്പര്യമാണ്. കോട്ടൺ ഇറങ്ങി ആ ടൈം മുതൽ ഞാൻ കോട്ടനെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് വലിയ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കൊല്ലം ഓണത്തിന് എടുത്തു വന്ന സാരിയാണ്. എനിക്ക് കോട്ടനെ ഇഷ്ടം പറഞ്ഞ മോളും മരുമകനും കൂടി പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പ്രത്യേക ഡിസൈനാണ്. ഈ ആദ്യം കാണിച്ച സാരിൻ്റെ അതേ മോഡൽ പോലെ കുറച്ച് പുള്ളി എടുത്തതാണ്. നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സാരിയാണ്. ഇതിന് പച്ച ബ്ലൗസാണ്. ഇതിൻ്റെ മുന്താണി കാണിച്ചു തരാം. ഇതാ മുന്താണി. പക്ഷെ എന്താണ് കോട്ടൺ എടുത്താൽ കോട്ടൺ എല്ലാം കഞ്ഞി മുക്കണം. സ്റ്റിഫ് ആൻഡ് ഷൈനോ അല്ലെങ്കിൽ കഞ്ഞിയോ നോക്കണം. ഞാൻ മിക്കതും കഞ്ഞി മുക്കും. അങ്ങനെയുള്ള സാരികളാണ് മിക്കതും. ഇതൊരു പ്രത്യേക ഡിസൈനാണ്. ഇവിടെ ഒരു ഇത്, ഇവിടെ വേറൊരു ഡിസൈനാണ്. കൊണ്ടുവന്നപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല. പക്ഷെ സാരി കൊടുത്തപ്പോൾ നല്ല സ്റ്റൈൽ, എല്ലാവർക്കും ഇഷ്ടമായി. ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മൻ്റെ 50ാമത് വാർഷികത്തിന് അവർക്ക് കിട്ടിയ സാരി. അവർക്ക് ഒരുപാട് സാരികൾ, തുണി. അച്ഛന് അമ്മയ്ക്ക് ഇഷ്ടം പോലെ തുണി. ഞങ്ങളുടെ റിലേറ്റീവും ഞങ്ങൾ 5 മക്കൾ. പരിപാടി നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട്. അതിൽ ചെറിയൊരു ഇത് വേണമെങ്കിൽ ഞങ്ങൾ ഇട്ട് തരാം, ഫോട്ടോസ് ഇതിൽ വീഡിയോയിൽ. അതിന് സാരികൾ കൊണ്ടുവന്നപ്പോൾ എല്ലാ മക്കൾക്കും ഓരോ ജോഡി ഡ്രസ്സ്. പേരക്കുട്ടി, എൻ്റെ ചെറിയ പേരക്കുട്ടിക്ക് ഒഴിച്ച് ബാക്കി എനിക്ക് മാത്രം കിട്ടിയില്ല. എല്ലാവർക്കും ഓരോ ജോഡി സാരി. സാരി സെറ്റുമുണ്ടോ ഏത് പണിയിലും എടുത്തോളാൻ പറഞ്ഞു അച്ഛനും അമ്മയും. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ഞാൻ എടുക്കണം. ഞാനിത് ഒരിക്കലേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കുട്ടിൻ്റെ 28-ന് കൊടുത്താണ്. അതിന് ശേഷം ഈ സാരി ഞാൻ കൊടുത്തിട്ടേ ഇല്ല. കോട്ടൺ ആയതുകൊണ്ട് ഞാൻ ആർക്കും കൊടുത്തതുമില്ല. അങ്ങനെ എടുത്തു വെച്ചു. നമ്മൾ വെഡ്ഡിങ് ഡേക്ക് എടുത്ത് തന്ന സാരിയാണ്. ഏട്ടൻ എടുത്തു തന്ന സാരിയാണ്. ഏട്ടൻ മീൻസ് ഹസ്ബൻഡ് എടുത്തു തന്ന സാരിയാണ്. പക്ഷെ ഇത് നരച്ച പോലെ ഉണ്ടാവും. തേച്ചൊക്കെ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ നല്ല സ്റ്റൈലാണ്. പക്ഷെ കളറും പോയിട്ടുണ്ട് കുറച്ച്. നല്ല കളറാണ്. ഇതിൻ്റെ മുന്താണി കാണിച്ചു തരാം. അലമാരയിൽ എടുത്തു വെച്ചിട്ടേ പപ്പടം പോലെ ഉണ്ട്. കുട്ടികൾ കളിയാക്കിയ നമ്മുടെ സാരി ഉപയോഗിക്കാതെ പപ്പടം വറുത്ത് വെച്ച പോലെ ഉണ്ടമ്മ അവർ കുട്ടികൾ. ഇതുണ്ട് മുന്താണി. നല്ല രസമുള്ള മുന്താണികളാണ്. ഒരു പെണ്ണ് ഇങ്ങനെ കോടം കൂടെ നടന്നു പോണ പോലെയില്ലേ. കളറൊക്കെ പുടിയുമായി. പക്ഷെ അത് നല്ല രസമാണ്. ഇതിൻ്റെ ഫോട്ടോ 30ാമത് വാർഷികം ഞങ്ങൾ ഗ്രാൻഡായി കഴിച്ചു. അതിൻ്റെ ഒരു ഞാൻ ഉടുത്ത് നിൽക്കണതിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം. അത് നന്നായിരിക്കും. ഇതിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് അങ്ങനെ എടുത്തൊരു സാരിയാണ് 30ാമത് വാർഷികത്തിന്. ഇതൊരു കോട്ടൺ സാരിയാണ്. ഒരു സിൽക്കിൻ്റെ കസവൊക്കെ ആയിട്ടുള്ളതാണ്. ഇതിന് വിത്ത് ബ്ലൗസാണ്. പക്ഷെ വെള്ള കളറാണ്. ഞാൻ അതുകൊണ്ട് എടുത്തില്ല. ഇതിന് ഓറഞ്ച് കളർ ബ്ലൗസാണ് ഞാൻ യൂസ് ചെയ്യുക. ഇത് ഒരു 6 വർഷം മുമ്പ് ഒരു മോഡൽ, അപ്പോഴൊക്കെ ഇതൊരു ഫാഷനായിരുന്നു അങ്ങനത്തെ ഒരു സാരി. ഇതിൻ്റെ ബ്ലൗസ് ഇതാ വെള്ള കളറാണ്. ഞാനത് വെട്ടിയില്ല. അത് കാരണം ഈ സാരി നല്ല നീളമുണ്ട്. ഞാൻ അരികത്ത് സാരി പോളൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാരി നല്ല രസമാണ്. ഇപ്പോഴും എനിക്കിത് ഇഷ്ടമാണ് കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സാരിയാണ്.
ഇത് ഒരു കോട്ടനാണ്, കോട്ടൺ സാരിയാണ്. ഇത് ഒരു 26-27 വെഡ്ഡിങ് ഡേക്ക് എടുത്താണ്. എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഇതും ഇതുപോലെ ഇസ്തിരിക്കിട്ട ഉടുക്കാൻ നല്ല സ്റ്റൈലാണ്. ഇത് ഉടുത്തതിൻ്റെ ഫോട്ടോ ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇതാണ് ഉടുത്തിരിക്കുന്നതെന്ന് അർത്ഥം. ഇത് ചെറിയ മോളുടെ അരങ്ങേറ്റത്തിനൊക്കെ ഞാനിതാണ് ഉടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. ഇതാണ് മുന്താണി. അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ആ വർഷം 2 സാരി എടുത്തു വന്നു. കണ്ണൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പട്ടാണ്, നല്ല കോട്ടനാണ്. കമ്പനിയിൽ കൊണ്ടുവരുമ്പോൾ, സൊസൈറ്റി കൊണ്ടുവരുമ്പോൾ ഏട്ടൻ 2-3 കൊണ്ടുവന്നിട്ട് ഇഷ്ടപ്പെട്ടത് എടുക്കുക പറഞ്ഞു. അപ്പോൾ ഇതും ഇഷ്ടമായി, വേറൊരു സാരി ഇഷ്ടമായി. അങ്ങനെ ഞാൻ 2 എടുത്താണ്. ഇതങ്ങനെ 26-27 വെഡ്ഡിങ് ഡേക്ക് എടുത്തു തന്ന സാരിയാണ്. മിക്ക സാരികളും വെഡ്ഡിങ് ഡേക്ക് എടുത്തു തന്നതായിരിക്കും എൻ്റെ സാരികളല്ല. ഇതൊരു കോട്ടൺ സാരിയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്, മോള് വാങ്ങിച്ചു തന്നതാണ്. ഇതിൻ്റെ ഈ വർക്ക് കണ്ടും കളർ കണ്ടിട്ടും വാങ്ങിച്ചാണ്. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. ഞാൻ ബ്ലൗസ് മുറിച്ച ശേഷമാണ് നോക്കിയപ്പോൾ നീളം കുറവ് പോലെയുണ്ട്. പക്ഷെ ഞാൻ മുറിച്ചിട്ട് ബ്ലൗസ് ഇതിൽ തന്നെ വയ്ക്കുകയും ചെയ്തു. ബ്ലൗസ് എടുത്ത് ഇതിൽ തന്നെ വയ്ക്കുകയും ചെയ്തു ഞാൻ. പക്ഷെ അത് ഉടുക്കാൻ നല്ല സ്റ്റൈലാണ്, സ്റ്റിഫായി നിൽക്കും. ഇതിൻ്റെ മുന്താണി കാണിച്ചു തരാം. മുന്താണി നന്നായിട്ടുണ്ട്. മുന്താണി ഇത് മോളെടുത്ത് തന്നാണ്. മോൾക്ക് ഈ കളറ് കണ്ടപ്പോൾ, ഈ വർക്കൊക്കെ കണ്ടപ്പോൾ ഒരു ട്രൈബൽ ലുക്കാണത്, കളറാണ്. ഈ ഡിസൈനൊക്കെ കണ്ടപ്പോഴേ ഇതൊരു പ്രത്യേക ഡിസൈനാണ്. ഇതൊരു കോട്ടൺ സാരിയാണ്. ഇതിന് പ്രത്യേകിച്ച് മുന്താണിയൊന്നുമില്ല. ഇതാണ് മുന്താണി വരുന്നത്. പിന്നെ വിത്ത് ബ്ലൗസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതെനിക്ക് അനിയത്തി തന്നാണ്. അനിയത്തി ഇങ്ങനത്തെ കുറേ സാരികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി ഇത് എനിക്ക് തന്ന സാരിയാണ്. ഞാനിതിന് ഈ പച്ച ബ്ലൗസ് എടുത്തിട്ട് ഉടുക്കാറുണ്ട്. ഇത് നമ്മൾ ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലാണ്. മോളുടെ അരങ്ങേറ്റത്തിൻ്റെ തലേന്ന് ഞാനിത് ഉടുത്തിട്ട് ഒരു ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് അത് ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇതൊരു കോട്ടൺ സാരിയാണ്. ഇനി കാണിക്കുന്ന മിക്ക സാരികളും കോട്ടൺ ആയിരിക്കും. ഇതിന് മുന്താണി പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു ലൈനേ ഉള്ളൂ. മുന്താണി പറഞ്ഞിട്ടതിനില്ല. പക്ഷെ അതിൻ്റെ ബ്ലൗസ് വിത്തൊന്നുമല്ല. പക്ഷെ ഞാൻ ബ്ലൗസ് എടുത്തു അതിന്. ഇത് നീളം കൂടുതലുള്ള സാരിയാണ്. ഞാൻ ഈ മെറൂൺ കളർ ബ്ലൗസ് കൊടുത്തിട്ടാണ് ഒരു 5 വർഷമായി. 5 വർഷത്തിന് ഓണത്തിന് എടുത്ത സാരിയാണ്. ഇത് കൊടുത്തിട്ടാണ് മോളുടെ അവിടേക്ക് എറണാകുളത്തേക്ക് ഞാൻ പോയത്. ഇത് മറ്റൊരു സാരി. ഈ സാരി ഒരു മയിൽപ്പുലി പോലെയോ എന്തൊക്കെയോ ഒരു ഡിസൈൻ പോലെയാണ്. അത് വടക്കഞ്ചേരിയിൽ നിന്ന് എടുത്താണ്. എൻ്റെ ഡൽഹിയിലെ അമ്മായി വന്നിട്ട് എനിക്ക് എടുത്തു തന്ന സാരിയാണ്. ഇതേപോലത്തെ റോസ് എനിക്കും ഒരു വയലറ്റ് എൻ്റെ വലിയ നാത്തൂനും കൂടി എടുത്തു തന്നു. അങ്ങനെ ഒരു സാരി. ഇതിന് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഉണ്ട്. പക്ഷെ ഞാൻ തയ്ച്ചില്ല. അതെൻ്റെ മോള് തയ്ച്ചു, വലിയ മോള് തയ്ച്ചു. അവളിതിന് അവളതിന് കൊടുത്തു. അവൾക്കത് നന്നായിട്ടും ഉണ്ട് സാരി. ഞാൻ മിക്ക സാരികളും ഉടുത്തതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മോൾ ഉടുത്തതാണെങ്കിലും ആഡ് ചെയ്യാം. മിക്കതും ഉടുത്തതിൻ്റെ ഉണ്ടെങ്കിൽ. ഇതൊരു നല്ല രസമുള്ള സാരിയാണ്. ഇപ്പം ഞാൻ ഇത് ഉടുക്കാറേ ഇല്ല. മോളാണ് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ മോൾ ഉടുത്തിട്ടുണ്ട്. കേട്ടാ, ഇത് ഇതുപോലെ സിൽക്കി ആയിട്ടുള്ളൊരു സാരിയാണ്. നല്ല രസമാണ്, ഒതുങ്ങിക്കിടക്കും ഈ സാരി. എനിക്ക് ഉടുക്കാൻ വലിയ ഇഷ്ടമാണത്. ഒതുങ്ങിക്കിടക്കും. ഇതിലും അതേപോലെ വർക്കുള്ളൊരു സാരിയാണ്. ഒരു പ്രത്യേക വർക്കാണിതിൽ. അങ്ങനെ മേത്തത്തിരി ഇങ്ങനെ കുത്തും പോലെ ഉണ്ടാവും. പക്ഷെ നല്ല രസമാണ് അതിൽ കാണാൻ. ഇതിൻ്റെ ബ്ലൗസ് വിത്ത് തന്നെയാണ്. ഞാൻ ഈ കളറാണ് ബ്ലൗസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മോൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് മുമ്പ് അവൾക്കും അതുപോലെ എടുത്ത് കൊടുത്തു. ഈ സാരി കൊടുത്താൽ എൻ്റെ ചെറിയ അനിയും പറയാറുണ്ട്, ചേച്ചിക്കൊരു പ്രത്യേക ലുക്കാണെന്ന്. വലിയ ഇഷ്ടമാണ് അവന് ഈ സാരി. ഞാൻ ഇതൊരു സിൽക്കി സാരിയാണ്, ഷിഫോണിൻ്റെ. ഇതൊക്കെ എടുത്തിട്ട് എങ്ങനെ ഒരു 20 വർഷമൊക്കെ ആവും. സിറാജ് പറഞ്ഞൊരു കടയിൽ നിന്ന് എടുത്തതാണ് ഈ സാരി. അവിടെ അപ്പോൾ ആ കടയിൽ ഡിസ്പ്ലേ ചെയ്ത സാരി മാത്രം ഏട്ടൻ എടുത്തു തരുള്ളൂ. ആ കടയൊക്കെ ഉണ്ട്, കടയിലായിരുന്നു. ഇപ്പോഴും അവിടെ സാരികളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ നോക്കും. പണ്ട് അവിടെ കടയിൽ കയറിയ തുണിയെടുക്കാൻ പോയി. ഞാൻ ക്രെഡിറ്റ് കാർഡാണ് കമ്പനിയിൽ. അപ്പോൾ ആ കാർഡും കൊണ്ടുപോയിട്ട് നോക്കി ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ കണ്ട സാരി പുള്ളി എടുത്തു തരും. അന്ന് എല്ലാ വെഡ്ഡിങ് ഡേക്കും, വിഷുവിന്, ഓണത്തിന് ഞങ്ങളൊരു 5000-4000 രൂപേൻ്റെ കാർഡും കൊണ്ട് പോയാൽ മക്കൾക്ക് രണ്ടാൾക്കോ എൻ്റെ ഡ്രസ്സ്, എനിക്ക് 1-2 സാരി, ഏട്ടനെ എടുക്കുകയാണെങ്കിൽ എടുക്കും. പിന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ എടുത്ത സാരികളാണ്.
അതൊരു 15 വർഷവും ഈ സാരി എടുത്തിട്ട്. ഇത് നിറയെ ഇത് വർക്കാണ്. വർക്ക് പറഞ്ഞാൽ സീക്വൻസ് വർക്കല്ല, ഒരു എന്താ പറയുക, സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടി ഒട്ടി വെച്ചിരിക്കുന്നു. ഇതിനും വിത്ത് ബ്ലൗസായിരുന്നു. ഇതും ബ്ലൂ തന്നെ. ഇതിനും ബ്ലൗസ് എടുത്തിട്ട് മോള് കുറേ കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം മിക്ക സാരിയും ചേച്ചി ബിഎഡിന് കൊടുത്തിട്ടുണ്ട് ടീച്ചർ. ഇതും അങ്ങനെ നല്ലൊരു സാരിയാണ്. ഒരു 11 വർഷവും മോള് ഡിഗ്രിക്ക് സെൻഡ് ഓഫിന് വേണ്ടി എടുത്ത സാരിയാണ്. അവൾ 1-2 പ്രാവശ്യമൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ എനിക്ക് തന്നെ തന്നു. എനിക്കെന്ത് വലിയ ഇഷ്ടമാണ്. കൊടുത്തു കഴിഞ്ഞ് ഒതുങ്ങി കിടക്കും ഈ സാരി. ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്, അത് മോള് തയ്ച്ചു. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രൗൺ കാപ്പിപ്പൊടി കളർ ബ്ലൗസ് എടുത്തിട്ട് ഞാൻ കുറേ കൊടുത്തു. ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇതും ഒരു ബ്ലാക്ക് ആൻഡ് പീക്കോക്ക് ബ്ലൂ അല്ലേ, ബ്ലൂ സാരിയാണ്. ഇത് എനിക്കിഷ്ടപ്പെട്ട സാരിയാണ്. ഇതിന് വിത്ത് ബ്ലൗസായിരുന്നു. ബ്ലൗസിൽ കയ്യിലൊക്കെ സീക്വൻസ് വർക്ക് ഉണ്ട്. ഇതിൽ നിറയെ സീക്വൻസ് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ എടുത്ത് കളഞ്ഞു. എനിക്കത് ഉടുക്കുന്ന സമയത്ത് മേത്ത കുത്തണതല്ല. ഇതിലൊക്കെ സീക്വൻസ് വർക്കാണ്. ഇതവിടെയൊക്കെ സീക്വൻസ് വർക്കാണ്. എനിക്കത് ഇഷ്ടമായിരുന്നു. പക്ഷെ സാരി നല്ല ഭംഗിയാണ്. ഒരു 15 വർഷമൊക്കെ ആവും ഈ സാരി എടുത്തിട്ട്. മോള് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ബിഎഡിന് പഠിക്കുമ്പോൾ അവൾ ഇതൊക്കെയാണ് സാരി എന്ന് വെച്ചാൽ ഈ ബ്ലൗസ് എടുത്ത ശേഷം അവൾ ഈ സാരി കൊടുക്കും. ഇങ്ങനത്തെ ഒരു കുറേ സാരിക്ക് അവൾ ബ്ലൗസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇത് ചെന്നൈ സിൽക്കിൽ നിന്ന് എടുത്ത സാരിയാണ് കേട്ടോ. ഇത് അങ്ങനെ സിൽക്കി സാരിയാണ്. ഷൈനിങ് ഉണ്ടാവും. തമിഴ്നാട് മോഡല്. തമിഴ്നാട് പോയാൽ ഇങ്ങനത്തെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് നല്ല നീളമുണ്ട് കേട്ടോ ഈ സാരി. ബ്ലൗസ് വെട്ടണം തോന്നുന്നു, പക്ഷെ ഞാൻ ബ്ലൗസ് ഇത് വെട്ടിയിട്ടില്ല. നല്ല നീളമാണ് സാരി. ശരിക്കും മുന്താണി കാലിൻ്റെ അവിടെ എത്തും. നല്ല നീളമുള്ള സാരിയാണ് ഇത്. ഇവിടെ കൊണ്ടൊരു മോഡല്. ഈ സാരിക്കൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ ഈ മോഡൽ കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് വരുന്നത് വേറൊരു മോഡലാണ്. ഡിസൈനാണ് വരുന്നത്. ഇതുവരെ ഒരു ഡിസൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറൊരു ഡിസൈൻ. ഇവിടെ നിന്ന് നല്ല നീളമാണ്, നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. ഇതുവരെ ഒരു ഡിസൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഡിസൈൻ. ഇതിൽ വിത്ത് ബ്ലൗസ് വേറെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ തയ്ച്ചില്ല. ഇത് ചെന്നൈ സിൽക്ക് നടന്ന സാരിയാണ്. സിൽക്കി സാരിയാണത്. ഷിഫോൺ ഷൈനിങ് ഉള്ള സാരിയാണത്. ഇതും വിത്ത് ബ്ലൗസാണ്. ഞാൻ ബ്ലൗസൊന്നും തയ്ച്ചില്ല. ഇതിൻ്റെ നല്ല ഷൈനിങ്ങാണ്. നീളമുണ്ട്, നല്ല നീളമുണ്ട്. ഞാൻ ഇതൊക്കെ 8 വർഷമായിട്ടുണ്ടാവും ഈ സാരിയൊക്കെ എടുത്തിട്ട്. ഇങ്ങനത്തെ സാരികൾ ഇറങ്ങിയ ഒരു സമയത്ത് കുറേ സാരികൾ ഞാൻ ഇങ്ങനത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിത് വലിയ ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഈ ഒതുങ്ങിയ സാരി. ഇപ്പോൾ ആളൊക്കെ ഇച്ചിരി തടി വെച്ചപ്പോൾ പിന്നെ എനിക്ക് കൊടുക്കാൻ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇത് നല്ലൊരു മോഡലാണ്. ഇത് വൈറ്റിൽ ഒരു ചെറുപയർ പച്ചയാണ് ഇതിൻ്റെ മോഡൽ. എൻ്റെ മോള് ബിഎഡിന് പഠിക്കുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ എൻ്റെ കുറേ സാരികൾക്ക് ബ്ലൗസ് എടുത്തിട്ട് അവളിത് കുറേ കൊടുത്തിട്ടുണ്ട്. സാരി ഒതുങ്ങി കിടക്കും. അവൾക്ക് ഇഷ്ടമാണ് ഈ സാരി. പ്രത്യേക ഡിസൈനാണ്. ഇതൊരു പഴയ സാരിയാണ് കേട്ടോ. ഞാൻ എവിടെ പോകുമ്പോഴും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. വെയിറ്റേ ഇല്ല. ഒരു സിമ്പിൾ സാരിയാണ്. അന്നൊക്കെ അങ്ങനെയുള്ള ഫാഷൻ. നല്ല സിൽക്കി ആയിട്ടുള്ള സാരി ഉടുത്ത അങ്ങനെ ഒതുങ്ങി കിടക്കുന്ന മോഡൽ സാരിയാണ്. ഇങ്ങനത്തെയൊക്കെ എൻ്റെ കയ്യിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കുറച്ചേ ഉള്ളൂ ഇങ്ങനത്തെ സാരികളൊക്കെ. എനിക്കിത് എവിടെ പോകുമ്പോഴും ഇഷ്ടമാണ്. ഞാൻ ഉടുത്തു പറഞ്ഞാൽ എൻ്റെ മക്കളെ എന്നെ കളിയാക്കാറുണ്ട്. അമ്മ ഇത് മരിപ്പിന് മുമ്പ് ഉടുക്കുന്ന സാരിയാണോ ചോദിക്കാൻ എന്നോട്. പക്ഷേ എനിക്കിഷ്ടമാണ് ഇതിന് കറുത്ത ബ്ലൗസോട് കൂടിയിട്ട് ഉടുക്കാൻ വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്കിത് ഉടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ കുറേ ചുരിദാർ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് 2-3 വർഷമായിട്ട് സാരി ഒന്നും ഉടുക്കാറില്ല, ചുരിദാറാണ് നിൽക്കുന്നത്. ഈ സാരി എൻ്റെ ഒടുവിൽ അനിയൻ്റെ കല്യാണ റിസപ്ഷന് വേണ്ടി എടുത്താണ്. എനിക്ക് 3 അനിയന്മാരാണ്. അതിൽ ഒടുവിലാളുടെ ഇതിനു വേണ്ടി എടുത്താണ്. 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇത് റിസപ്ഷൻ എടുത്ത സാരിയാണ്. ഇത് വയലറ്റ് കളറാണ്. വയലറ്റിൽ കറുപ്പ് സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. നല്ല സ്റ്റൈലാണ്. ഉടുത്താൽ നമ്മുടെ കളർ എടുത്ത് കാണിക്കും. അങ്ങനത്തെ സാരിയാണ്. ഇതിന് ഇതേ കളർ ബ്ലൗസ്, പുറകിൽ വർക്കൊക്കെ ആയിട്ടുള്ള ഒരു സാരിയാണ്. നല്ല സ്റ്റൈലാണ്. ഇതിൻ്റെ വർക്ക് ഇത് അന്നത്തെ ഒരു ഫാഷനായിരുന്നു. ഇത് ചെന്നൈ സിൽക്കിൽ നിന്ന് എടുത്താണ്. ചെന്നൈ സിൽക്കിൽ നിന്നാണ് അനിയന് കല്യാണത്തിന് പട്ടുസാരികളെല്ലാം എടുത്തത്. അവിടെ പട്ടുസാരികൾക്ക് നല്ല സെലക്ഷനാണ്. ഞങ്ങൾക്ക് കല്യാണം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചെന്നൈ സിൽക്കിൽ നിന്ന് എടുക്കുന്നതാണ് ഇഷ്ടം.
ഇപ്പം പിന്നെ ഈ കൊറോണ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇതൊരു ഷൈനിങ് ഉള്ള സാരിയാണ്. ഒരു റെഡും ഗ്രീനും കൂടി മിക്സിങ്, ഗ്രീനില്ല റെഡും ഷൈനിങ് ഉള്ള സാരി. ഷൈനിങ്. അപ്പൊ ഇത് ക്യാമറയിൽ കൂടെ വേണമെങ്കിൽ കളർ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് പ്രത്യേക സ്റ്റൈലാണ് ഈ സാരി. ഷൈനിങ് ഉണ്ട്, കുറച്ച് സ്റ്റിപ്പായി നിൽക്കും. അത് ഉടുത്ത തടി അറിയില്ല. ഞാനിത് ഉടുത്തിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചേച്ചി മെലിഞ്ഞല്ലോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനത്തെ സാരിയാണ്. ഇതെൻ്റെ ചെറിയ മോളുടെ എൻഗേജ്മെൻറ്റിന് എടുത്ത സാരിയാണ്. ഈ സാരി പട്ടല്ല, എന്നാലും ഒരു ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ്. തമിഴ്നാട് മോഡലാണ് ഈ സാരി. കൂടുതൽ എൻ്റെ ഒരു സാരി പട്ട് മുഴുവനും വരുന്നത് തമിഴ്നാട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്നൈ സിൽക്കിൽ നിന്നാണ് ഞങ്ങൾ സാരികളെല്ലാം എടുക്കുന്നത്. ഇപ്രാവശ്യം പിന്നെ ചെന്നൈ സിൽക്കിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഒരു പരിചയമുള്ള ഒരാൾ ഞങ്ങൾക്ക് കൊണ്ട് തന്നതാണ് ഈ സാരി. ഇതിൻ്റെ കളറ് ഒരു ഓറഞ്ചിൻ്റെ കളറാണ്. പക്ഷേ ഇത് നോക്കുമ്പോൾ ഒരു നരച്ച പോലെ ഉണ്ട്. ഞങ്ങൾ മോളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതിലറിയാം ഈ സാരിൻ്റെ കളർ. പക്ഷെ നന്നായിട്ടുണ്ട്. ബ്ലൗസ് ഇതാണ് വരുന്നത്, പച്ച കളറ്. ഇതിൻ്റെ ഒരു ഡാർക്കായിട്ടുള്ള കരയാണ് ഇത് വരുന്നത്. എനിക്ക് ഈ സാരി വലിയ ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 32 വർഷമായി. പക്ഷെ ഞാൻ സാരി ഇതിലും വെച്ച് കൂടുതൽ കാണും. എന്നാലും ഞാൻ കുറച്ച് സാരികൾ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മാറ്റി വെച്ചാണ്. ഇത് 31ാം വാർഷികത്തിനെടുത്ത സാരിയാണ്. ഇതൊരു പീക്കോക്ക് ഗ്രീനാണ്. പക്ഷെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കളർ അത്ര ഇതായി തോന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. തമിഴ്നാട് മോഡൽ സാരിയാണ്. ഇതിലൊരു കൂടുതൽ വർക്കൊന്നുമില്ല, ഈ സൈഡിൽ കൂടെ മാത്രമേ വർക്കുള്ളൂ. എന്നാൽ കൂടി എനിക്കിത് ഇഷ്ടമാണ്. ഇതിന് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് ഈ കളറാണ്, ഓറഞ്ച് കളറാണ്. ഇതിങ്ങനെ ഒട്ടിക്കിടക്കണ കാരണം കൊണ്ട് തടി ഒരുപാട് തോന്നിക്കില്ല. ഇതൊരു ചോക്ലേറ്റ് കളർ സാരിയാണ്. എനിക്കും ഏട്ടനും ഇഷ്ടപ്പെട്ട കളറാണ്. ഏട്ടൻ മിക്കപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ആ കളർ സാരി ഉടുക്ക് കൂട്ടി പറയും. ഈ സാരി എനിക്കിഷ്ടമാണ്. അതുമല്ല ചൂടുണ്ടാവില്ല. ഈ സാരി ഉടുത്താൽ നമ്മൾ ഉടുത്തൂന്നേ തോന്നില്ല, അങ്ങനെ ഒരു സാരിയാണ്. ഇതിന് ചോക്ലേറ്റ് കളർ ബ്ലൗസ് തന്നെയാണ്. ഇത് ഞങ്ങളൊരു 10 വർഷമൊക്കെ ആവും. ഞങ്ങൾ ടൂറ് പോകുമ്പോൾ ഒരിക്കൽ എടുത്തതാണത്. 10 വർഷമൊക്കെ ആയി. ഇപ്പോഴും സാരിക്ക് ഒന്നും പറ്റില്ല. സാരിക്ക് മുന്താണിയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ വേറെ ഒരു കോട്ടൺ സാരിയാണ്. ഇതെനിക്ക് ഒരു 2 വർഷം മുമ്പ് അമ്മ തന്ന സാരിയാണ്. അമ്മയ്ക്ക് ഇത് ഈ കളറ് അമ്മയ്ക്ക് നമ്മുടെ ഏതോ മക്കള് എടുത്തു കൊടുത്താണ്. മൂത്തതോ രണ്ടാമത്തതോ ആരോ എടുത്തു കൊടുത്താണ്. ബ്ലൗസ് അമ്മ വെട്ടിയിരുന്നു, ഞാൻ അതിൽ യോജിപ്പിച്ചതാണ്. എനിക്ക് നീളം കുറവാണ് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കളറൊന്നും ഇഷ്ടമല്ല അമ്മയ്ക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബ്ലൗസ് വെട്ടിയത് യോജിപ്പിച്ചു. ഈ സാരി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനിട്ട ബ്ലൗസ് ഏതാ ഇടണം, ഇതേപോലെ ഈ കളർ ബ്ലൗസ് ഇടും. സ്ലൈറ്റ് കളർ, സ്ലൈറ്റ് അല്ല, ഒരു ചാര കളർ പോലത്തെ ബ്ലൗസ്. ഇതൊരു കോട്ടൺ തന്നെയാണ്. അങ്ങനെ ഇതൊരു കോട്ടൺ സാരിയാണ്. കോട്ടൺ പറഞ്ഞാൽ തനി കോട്ടൺ എന്ന് വെച്ചാൽ ബോയിൽ കോട്ടൺ ആണ്. തനി നാടൻ എന്നൊക്കെ പറയുന്നത് തനി ബോയിൽ കോട്ടൺ ആണത്. പക്ഷെ നീളം കുറവായിട്ട് ഞാനിത് സാരി തുണി വെച്ച് അടിച്ചിട്ടുണ്ട്. എനിക്കിത് വലിയ ഇഷ്ടമാണ്. എൻ്റെ വലിയ മോൾക്കൊന്ന് വലിയ കാര്യമാണ്. ഞാൻ ഇത് എന്തെങ്കിലും പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും കാര്യമാണെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അടുത്ത വീട്ടിലൊക്കെ പോകണമെങ്കിൽ ഉടുക്കാൻ പറ്റിയ സാരി. അപ്പോൾ മോള് അമ്മ ഇത് ആർക്കും കൊടുക്കണ്ടാട്ടാ പറഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഉടുക്കാനും നല്ല സുഖമാണ്. ഞാൻ ഇതിൻ്റെ ഈ കളർ ബ്ലൗസാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. ഈ ബ്ലൗസ് നന്നായി. ഈ ബ്ലൗസിന് ഈ സാരിക്ക് നല്ല മേച്ചാണ്. ഇതൊരു കോട്ടൺ സാരിയാണ്. ഇതൊരു 3 വർഷം മുമ്പ് എടുത്തൊരു കോട്ടനാണ്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. എന്ന് വെച്ചാൽ ഒരു ചെക്കൊക്കെ ആയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായി. നല്ല നൈസ് പോലത്തെ ഒരു ഡിസൈനാണ്. നല്ല നൈസാണത്. ഉടുത്തു കഴിഞ്ഞാൽ പക്ഷെ വീതി സാരി വളരെ വീതി കമ്മിയാണ്. നമ്മൾ ഉടുത്തു കഴിഞ്ഞത് വീതിയേ ഇല്ല സാരി. ഒരു നാടൻ ലുക്കായിരിക്കും. മകള് പറയും ഇത് അമ്മാമ്മ ഉടുക്കുന്ന സാരിയാണ് പറയും. അമ്മാമ്മക്ക് ഇങ്ങനത്തെ സാരി ഉണ്ട് ചിലതൊക്കെ, അമ്മാമ്മൻ്റെ സാരി പോലെയാണെന്ന് പറയും. പക്ഷെ അത് വെയിറ്റേ ഇല്ല. മടക്കി എത്രയേ ഉള്ളത്, ചെറിയൊരിത് പോലെയാണ് ഈ സാരി. അതാണ് അങ്ങനെ പറയുന്നത്. ഇത് ഒരു വെഡ്ഡിങ് ഡേക്ക് എടുത്തു തന്നാണ്. 27ഓ 28ഓ എന്ന് ഓർമ്മയില്ല. 2 സാരി ഒപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പിങ്ക് കളറും ഇതും ഒപ്പം കൊടുത്തു തന്ന സാരിയാണ്.
ഇതിന് ഞാനൊരു പച്ച പോലത്തെ ബ്ലൗസ് എടുത്തു. ഇതാണ് മുന്താണി. മുന്താണി ഇതിന് ഞാൻ ബ്ലൗസ് എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ പച്ച കളറാണ്. ഈ സാരി ഉടുത്താലും നല്ല രസമാണ് കാണാൻ. എനിക്കിഷ്ടപ്പെട്ട സാരികൾ മാത്രം ഞാൻ മാറ്റി വയ്ക്കും. ബാക്കിയൊക്കെ എൻ്റെ സ്വന്തക്കാർക്ക് ആർക്കെങ്കിലൊക്കെ കൊടുക്കും. ഇതൊരു കോട്ടനാണ് കേട്ടോ. ഇത് ചെന്നൈ സിൽക്കിൽ എടുത്താണ്. ഇത് നാത്തൂൻ്റെ ആങ്ങളയ്ക്ക്, രണ്ടാമത്തെ നാത്തൂൻ്റെ ആങ്ങളയ്ക്ക് എൻഗേജ്മെൻറ്റിന് സാരി എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചെന്നൈ സിൽക്കിൽ നിന്ന് ഏട്ടന് ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് എടുത്തു തന്ന സാരിയാണ്. എനിക്കിത് വലിയ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ തമിഴ്നാട് മോഡൽ, ഒരു തമിഴ് ചെക്കായിട്ടുള്ള സാരിയാണ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ബ്ലൗസൊന്നും ഇതിന് വിത്ത് ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഈ കളർ ബ്ലൗസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിഷ്ടപ്പെട്ട കളറാണിത്, അതുകൊണ്ട് കൊടുത്തു. ഡാർക്ക് കളറാണ്, എന്നാലും നന്നായിട്ടുണ്ട്. പക്ഷേ എന്താ ചെന്നൈ സിൽക്കിൽ സാരികളൊക്കെ ഭയങ്കര വിലയാണ്, പക്ഷെ കുറേ നിൽക്കും. അതാണ് ഈ സാരിൻ്റെ പ്രത്യേകത. ഇതും ഒരു കോട്ടൺ സാരിയാണ്. ഇതെടുത്തിട്ടൊരു 2-3 വർഷം ആവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഓണത്തിനടുത്താണ്. കമ്പനിയിൽ സൊസൈറ്റിയിൽ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നത്. കണ്ണൂരുകാരുടെ ഇതാണ്, അവരൊരു സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാരി എടുത്താണ്. ഇതാണ് മുന്താണി. അടുത്ത കോട്ടൺ സാരിയാണ്. ഇതൊരു അടുത്തൊരു കോട്ടൺ. ഈ കോട്ടണിൽ ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ. ഇതൊരു വിഷുവിന് എടുത്താണ്. ഇതൊരു വിപുൽ സാരിയാണ്. അങ്ങനെയൊക്കെ പറയും, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. അവള് പറയുന്നത് ഇതൊരു സാരിയാണ്. സാരിയാണ്, നേരത്തെ കാണിച്ചില്ല. ഒരു സാരിയാണ്. പേര് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഈ വിപുലിനാണ് ഈ സാരിന്റെ പേര്. പേരുണ്ട് ഇതില് സാരിയില്ല. അതെന്താണ്ടാ ഇത് വിപുൽ സാരി. ഇതാണ്ട വിപുൽ സാരിയാണ്. ഇത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ, നല്ലതാണ്. ഇത് സിറാജിന്റെ അടുത്താണ്. ഇതിന് ഈ ബ്ലൗസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പണ്ടത്തെ മോഡലാണ്, ഫാഷനാണ്. ഇപ്പൊക്കെ കോട്ടൺ, പട്ട് ഇതൊക്കെയല്ലേ. ഇതൊരു സാരി നിങ്ങൾ കളറ് കണ്ടാ വിചാരിക്കും എന്താ ചോപ്പെന്ന്. പക്ഷെ ഇത് എത്ര വർഷമായതാണ് അറിയത്? 32 വർഷം കഴിഞ്ഞു ഈ സാരി എടുത്തിട്ട്. 32. അമ്മന്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പാപ്പന് എടുത്തൊരു സാരിയാണ്. അതെ, ഇത് എൻ്റെ 1989 കല്യാണം കഴിഞ്ഞത്. ആ വർഷം ഓണത്തിന് അച്ഛൻ ഞങ്ങൾക്ക് എടുത്തു തന്നാണ്. ഏട്ടന് ഒരു പാൻറ് ഷർട്ടും എനിക്കൊരു സാരിയും. പക്ഷെ ഇത് അപ്പോൾ ഒരു മോഡലായിരുന്നു സാരി. മക്കൾ പറയണത് എന്തത് കൊടുങ്ങല്ലൂർ പോണ ചോപ്പ്. അത് ചോപ്പല്ല, ഒരു നല്ല ഡാർക്ക് പിങ്കും അല്ല, ഒരു പ്രത്യേക കളറാണ്. ഇല്ല, ഒരു 2-3 പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. എനിക്കിത് ഇഷ്ടപ്പെട്ട സാരിയാണ്. 32 വർഷം ഈ സാരി. അമ്മായിയമ്മ സിനിമയിൽ പറയും പോലെ 500 സാരി തികക്കിയ ഒരു സാരി വേണമെന്ന് സുകന്യ പറയണ്ട. അതേപോലെ എനിക്ക് 500 സാരിയൊക്കെ ആവേണ്ടതായിരുന്നു. പക്ഷെ സാരികളൊക്കെ അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊടുത്തതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മായി, എൻ്റെ ചെറിയമ്മമാര്, പിന്നെ നാത്തൂമാര്, അങ്ങനെ കുറേ പേർക്ക് ഞാൻ എൻ്റെ സാരികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മക്കളൊക്കെ അടിച്ചിട്ടുണ്ട്. സാരിയൊക്കെ ഇനി പട്ടുസാരികളാണ്. പട്ടുസാരികൾ ഒരു ദിവസം ഇടാം. എൻ്റെയും വലിയ മോളുടെയും ഒക്കെ പട്ടുസാരികൾ ഇനി അടുത്തൊരു ദിവസം വീഡിയോയിലിടാം. ഈ പട്ടുസാരികളൊക്കെ മടക്കി വെക്കാൻ ഞാൻ ഏൽപ്പിക്കുന്നത് എൻ്റെ ചെറിയ മകളിനെയാണ്. ഈ സാരികളൊക്കെ മടക്കി വെക്കാൻ ഏൽപ്പിക്കുന്നത് ഞാൻ എൻ്റെ മകളിനെയാണ്. ഞാൻ ഉടുത്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് കാണിച്ചു തരുന്നു എന്നുള്ളൊരു സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പിന്നീട് കുറച്ച് ഇഷ്ടപ്പെട്ട കമന്റ്സ് എന്തായാലും ഇടണം. ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട്, നല്ല പട്ടുസാരിന്റെ വീഡിയോ ആയിട്ട് അടുത്ത് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.